ബാക്ക് ടു ടെക്കി മീഡിയ. കൊയിലാണ്ടി ബൈപ്പാസിന്റെ പുരോഗതിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴിയൂർ വെങ്ങളം റീച്ചിലാണ് കൊയിലാണ്ടി ബൈപ്പാസ് ഉൾപ്പെടുന്നത്. നന്ദിയിൽ നിന്ന് ആരംഭിച്ച് ചെങ്ങോട്ടുകാവാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത്. 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ബൈപ്പാസിൽ 4 മൈനർ ബ്രിഡ്ജ്, 3 വെഹിക്കിൾ അണ്ടർപാസ്, 3 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, ഒരു സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. അറബിക്കടലിന്റെ മനോഹര കാഴ്ച ഇവിടെ കാണാം. കൊയിലാണ്ടി ടൗണിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർക്കറിയാം ഈ ബൈപ്പാസിന്റെ ആവശ്യകത. മണിക്കൂറുകൾ നീണ്ട ബ്ലോക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഏതാനും ദിവസങ്ങളിലൂടെ കാത്തിരുന്നാൽ ഈ ബ്ലോക്കിൽ നിന്ന് മോചനം നേടാം. 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊയിലാണ്ടി ബൈപ്പാസിൽ 9.5 കിലോമീറ്റർ DBM വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ശേഷിക്കുന്ന 1.5 കിലോമീറ്റർ മൺസൂണിന് മുൻപ് പൂർത്തിയാക്കും എന്നാണ് കോൺട്രാക്ടർ അറിയിച്ചതെങ്കിലും കാലവർഷം നേരത്തെ എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായും തുറന്നില്ലെങ്കിലും ഒരു ദിശയിലേക്ക് കൊയിലാണ്ടി ബൈപ്പാസും മറ്റു ദിശയിലേക്ക് നിലവിലെ കൊയിലാണ്ടി ടൗൺ റോഡുമായിരിക്കും ഉപയോഗിക്കുക. 2 ബൈപ്പാസുകളാണ് കോഴിക്കോട് ജില്ലയിൽ വരുന്നത്. ഒന്ന് കൊയിലാണ്ടി ബൈപ്പാസും മറ്റൊന്ന് കോഴിക്കോട് നഗരത്തിന് ബദലായി കടന്നുപോകുന്ന കോഴിക്കോട് ബൈപ്പാസും. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അധികമായി കണ്ടുവരുന്ന ഒന്നാണ് ബൈപ്പാസുകൾ. കേരളത്തിൽ കൂടുതൽ ബൈപ്പാസുകൾ നിർമ്മിക്കപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്രം, ഉയർന്ന ജനസാന്ദ്രത, പരിമിതമായ ഭൂമി വിപുലത എന്നീ ഘടകങ്ങളുടെ ഫലമായാണ്. കേരളം നീളത്തിൽ ഏകദേശം ഒരേ ചുറ്റളവിലുള്ള തീരദേശ സംസ്ഥാനമാണ്. മിക്ക ദേശീയപാതകളും ഗ്രാമനഗരങ്ങളിൽ നേരിട്ട് കടന്നുപോകുന്നു. അതുവഴി വാഹന ഗതാഗതത്തിന് വലിയ തടസ്സമുണ്ടാകുന്നു. മിക്ക നഗരങ്ങളും തൊഴിൽവാസ കേന്ദ്രങ്ങളും റെസിഡൻഷ്യൽ ഏരിയകളും വ്യാപാര കേന്ദ്രങ്ങളുമാണ്. അതിനാൽ പാതയുടെ വീതി കൂട്ടുകയോ പാത നേരിട്ട് വികസിപ്പിക്കുകയോ ചെയ്യുന്നത് എളുപ്പമല്ല. ഇതിനു പുറമെ കേരളത്തിലെ പരിസ്ഥിതി നിയന്ത്രണങ്ങൾ, അതായത് CRZ നിയമങ്ങൾ, പശ്ചിമഘട്ട പരിപാലന നിയന്ത്രണങ്ങൾ, വനമേഖല എന്നിവയും നഗരമധ്യത്തിൽ വലിയ റോഡ് വികസനം തടസ്സപ്പെടുത്താൻ കാരണമാകുന്നു. അതിനാൽ അതാത് പട്ടണത്തിനോ ഗ്രാമത്തിനോ പുറത്ത് വഴിത്തിരിവായി പുതിയ പാതകൾ, അതായത് ബൈപ്പാസുകൾ നിർമ്മിക്കുന്നതാണ് ഏറ്റവും യുക്തിയുക്തമായ മാർഗം. ഈ സമീപനം ജനങ്ങൾക്ക് സുരക്ഷയും വാഹനങ്ങൾക്ക് വേഗതയും ട്രാഫിക് നിയന്ത്രണത്തിനും വികസനത്തിനും അവസരവുമാണ് നൽകുന്നത്. ഇതെല്ലാം ചേർന്നാണ് കേരളം ദേശീയപാത നിർമ്മാണത്തിൽ ബൈപ്പാസുകളെ കൂടുതൽ ആശ്രയിക്കുന്നത്. കേരളത്തിൽ കൺസഷനെയറുകൾ മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നതിന് പിന്നിൽ നിരവധി ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ കാരണങ്ങളുണ്ട്. കേരളത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന കൺസഷനെയർമാർ പലപ്പോഴും മണ്ണിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഏകദേശം മുഴുവൻ ഭാഗത്തും നനവുള്ള മൃദുവായ മണ്ണാണ് നിലനിൽക്കുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലും നദീതടങ്ങളിലും ഈ മണ്ണുകൾക്ക് താങ്ങുശക്തിയും ഘടനാസ്ഥിരതയും കുറവാണ്. അതിനാൽ അതിന്റെ മുകളിൽ താങ്ങൽ ഭിത്തികൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ ഘടനകൾ സ്ഥാപിക്കുമ്പോൾ മണ്ണ് തകർച്ച, ചിതറൽ അല്ലെങ്കിൽ ഉറച്ച നില കിട്ടാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കൂടാതെ കേരളം വർഷാവർഷം കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഈ മഴ മൂലം മണ്ണ് കൂടുതൽ ഇളകിയും സ്ലോപ്പ് ഫെയിലറുകൾ, ലാൻഡ് സ്ലൈഡുകൾ പോലുള്ള അപകടങ്ങൾക്കും സാധ്യത കൂടുന്നു. അതിനാൽ മണ്ണിനെ നിർമ്മാണ യോഗ്യമാക്കി തീർക്കാൻ സോളിങ്ങുകൾ, സ്റ്റോണിംഗ്, ജിയോഗ്രിഡ് തുടങ്ങിയ അധിക നടപടികൾ വേണം. ഇതിൽ ചെലവും സമയവും ഇരട്ടിയാകാറുണ്ട്. മിക്ക സൈറ്റുകളിലും ബെയറിംഗ് കപ്പാസിറ്റി കുറവായതിനാൽ പൈൽ ഫൗണ്ടേഷൻ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തേണ്ടി വരുന്നു. ഇത് നിർമ്മാണത്തെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കുന്നു. ഈ ഘടകങ്ങൾ ചേർന്നാണ് കേരളത്തിൽ കൺസഷനെയർമാർ മണ്ണുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നേരിടുന്നത്. കുന്നിയൂർമല ഈ ഭാഗത്താണ് ഇനി പ്രധാനമായും കൊയിലാണ്ടി ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തിയാകാനുള്ളത്. കുന്നിയൂർമല കാണുമ്പോൾ ഓർമ്മ വരിക കഴിഞ്ഞ ദിവസം മലപ്പുറം 1ാമത്തെ റീച്ചിലെ കൂരിയാട് ഭാഗത്തെ മണ്ണിടിഞ്ഞുണ്ടായ അപകടമായിരിക്കും. വലതുഭാഗത്ത് കാണുന്ന കുന്ന് സോയിൽ നെയിലിംഗ് മെത്തഡോളജി ചെയ്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നിലവിൽ സോയിൽ നെയിലിംഗ് വർക്ക് നടക്കുന്നുണ്ട്. 80% പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ക്രീറ്റിംഗ് വർക്കാണ് നടക്കുന്നത്. ഇടതുവശത്ത് കാണുന്ന കുന്നിൽ സോയിൽ നെയിലിംഗ് അല്ല ചെയ്യുന്നത്, ബെഞ്ചിങ് മെത്തഡോളജി ചെയ്തിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ബെഞ്ചിങ് മെത്തഡോളജി ഒരു പ്രധാന സാങ്കേതിക രീതിയാണ്. മണ്ണ് സ്ലിപ്പ് ഉണ്ടാകാതിരിക്കാനും സ്ഥിരത ഉറപ്പാക്കാനും ഈ രീതി ഉപയോഗിക്കുന്നു. ഓരോ ബെഞ്ചും കാഴ്ചയിൽ പടി പോലെ കാണപ്പെടുന്നു. ഇത് മഴവെള്ളം ഒഴുകുന്ന രീതിയെയും മണ്ണ് ഇടിയാനുള്ള സാധ്യതയും നിയന്ത്രിക്കുന്നു. കുന്നിയൂർ മലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ മലയിടിച്ച് നടത്തിയ പ്രവൃത്തിയിലെ അശാസ്ത്രീയത ഇവിടുത്തുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ കുന്നിയൂർമല നിവാസികൾ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിച്ചു. അശാസ്ത്രീയമായി കുന്നിടിച്ചതിനെ തുടർന്ന് ഇവിടെ മണ്ണിടിഞ്ഞു. പിന്നെയും മലയിടിയുന്നത് ഒഴിവാക്കാൻ ചെയ്ത പ്രവൃത്തികളും പാളി. അതോടെ ഒട്ടേറെ കുടുംബങ്ങളാണ് കുടിയൊഴിയേണ്ടി വന്നത്.
ബൈപ്പാസിന് കിഴക്കുവശമാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. സോയിൽ നെയിലിംഗ് നടത്തിയത് ഫലപ്രദമായില്ലെന്ന പരാതി ഉയർന്നിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുപ്പ് നടക്കാത്തതുകൊണ്ട് ഇനിയും ഇടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്ത് ശേഷിക്കുന്ന സ്ഥലവും ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കൊല്ലം കുന്നിയോർമല നിവാസികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ടുണ്ട്. അപകടാവസ്ഥയുള്ള വീടുകൾ ഏറ്റെടുക്കുക, ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കുക, കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം. മലപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലും വീഴ്ച സംഭവിച്ചതിന് ശേഷം NH-66 ക്രെഡിറ്റ് എടുക്കാൻ നടന്നവരും കല്ലിട്ടവരുമെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായി. അങ്ങനെ കാലം ആ സത്യം തെളിയിക്കുകയാണോ? ഇത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റോഡാണ് എന്നുള്ള സത്യം. ഇത് ഒരു കുറ്റവിചാരണയുടെ സമയമല്ല. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയാണ് ഈ സാങ്കേതിക വിദ്യകൾ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം NHAയ്ക്കും കരാർ കമ്പനിയായ KNRCL-നുമാണ്. മാത്രമല്ല, റോഡിന്റെ ടൈം ടു ടൈം ക്വാളിറ്റി, ക്വാണ്ടിറ്റി, സേഫ്റ്റി ഇൻസ്പെക്ഷനുകൾ നടത്താൻ NHA നിയോഗിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിയുമാണ് ഇതിന് ഉത്തരവാദി. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരുക്കിയ ഒരു അടിസ്ഥാന സൗകര്യമാണ് ഈ ദേശീയപാത NH-66. അതിൽ പൂർണ്ണതോതിൽ യാത്ര തുടങ്ങുന്നതിന് മുൻപുള്ള അവസ്ഥയാണിത്. കേരളം ഇതുപോലെ വയലുകളും തണ്ണീർത്തടവും പശ്ചിമഘട്ടവും പരിസ്ഥിതി ലോല മേഖലയും അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ് എന്നത് ഈ നിർമ്മാണ സാങ്കേതിക ഡിസൈൻ ചെയ്യുന്നവർക്ക് അറിയാത്തതാണോ? ഇങ്ങനത്തെ പ്രകൃതിദത്തമായ പരിമിതികളെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ ഇല്ലാഞ്ഞിട്ടാണോ? വയലിൽ മണ്ണിട്ട് നികത്തിയതാണ് എന്ന് അറിയാതെ പോയതാണോ? വയലിന്റെ അടിയിലെ മണ്ണ് നിരങ്ങുമെന്ന പ്രാഥമിക കാര്യം മനസ്സിലാക്കാതെ പോയതാണോ? ഏതെങ്കിലും തരത്തിൽ പാരിസ്ഥിതിക ദൗർബല്യമുള്ള മേഖലകളിൽ അതിനെ കൂടെ അതിജീവിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകളായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? സെൻട്രൽ ടെക്നിക്കൽ എക്സ്പേർട്സ് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KNRCL എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയെയും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറായി പ്രവർത്തിച്ചിരുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിയെയും അന്വേഷണ വിധേയമായി ഡീബാർ ചെയ്തു. കൂടാതെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. NH-66 യാത്ര ചെയ്യുന്നവരുടെ ദീർഘകാല ബുദ്ധിമുട്ടിന് പരിഹാരമാണ് കൊയിലാണ്ടി ബൈപ്പാസ്. ചെങ്ങോട്ടുകാവ് ഭാഗത്ത് ബൈപ്പാസിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ചെങ്ങോട്ടുകാവ് വരെയാണ് 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കൊയിലാണ്ടി ബൈപ്പാസ്. ചെങ്ങോട്ടുകാവ് നിന്ന് എക്സിസ്റ്റിംഗ് റോഡുമായി മേർജ് ആവുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.